നമസ്കാരം. വളരെ പെട്ടെന്ന് നമ്മൾ കാര്യത്തേക്ക് കിടക്കുന്നു. ഞാൻ ഏകദേശം എനിക്കൊന്ന് 2 പ്രാവശ്യം ഇൻട്രോ ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ എന്തൊക്കെ എവിടെയൊക്കെ പറഞ്ഞു എന്നുള്ളത് അറിയില്ല. ഓക്കെ, ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ ഷോട്ടിൽ വീഡിയോ എടുത്ത് പോകണം എന്നുള്ള കാര്യം കൊണ്ടാണ് ഈ ഒരു വീഡിയോ 3ാമത്തെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. സംഗതി എന്താ പറയുക, വളരെ പെട്ടെന്ന് കാര്യത്തേക്ക് വരാം. കോൾ റെക്കോർഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയം നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഞാൻ വീഡിയോസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ്. കാരണം നമ്മളിതിൽ ഇടപെടേണ്ട, കാരണം കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാനുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയട്ടെ. ഓക്കെ, പറഞ്ഞതിന് ശേഷം ചെയ്യാമെന്നുള്ളത്. പക്ഷേ ചില കാര്യങ്ങൾ ചില ആൾക്കാർ പറഞ്ഞത് പ്ലസ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കമൻസ് ഓക്കെ നമ്മൾ അനാവശ്യമായിട്ട് ടാഗ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുകൊണ്ടാണ് ഞാൻ ഇതിലൊരു എക്സ്പ്ലനേഷൻ വരുന്നത്. ഇത് നമ്മൾ മിണ്ടാതിരിക്കുന്ന സിറ്റുവേഷൻ, നമ്മൾ വീഡിയോ ചെയ്യാത്തത് നമ്മളെ തിരക്കും കാര്യങ്ങളും കൊണ്ടാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കണം എന്താ അറിയോ, സിമ്പിളായിട്ട് പറയുന്നത് ഇപ്പോൾ വിവി കോൾ റെക്കോർഡ് ചെയ്തു, അത് കച്ചവടം ചെയ്തു, വിജിരാജഞ്ചല അതിൻ്റെ ബ്രോക്കറാണ് പിടിക്കപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. അതിൽ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ കമൻസ് ആട്ടോ, അത് ആരേത് മനുഷ്യനെ കമൻറ്റ് ഇടണമെന്ന് അറിയില്ല. സഭ്യമായ ഭാഷ ഉപയോഗിക്കാൻ ശ്രമിക്കട്ടോ. അപ്പോൾ ഈ കമൻസിലൊക്കെ കണ്ടു ഗോപ്രോ മച്ചാൻ ഇതിൽ എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടുന്നില്ല, കാരണം വെച്ചാൽ ഇതിൽ ഞാനും പങ്കാളിയാണ്, കോൾ റെക്കോർഡിങ്ങിൻ്റെ ഏജൻറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സിമ്പിളായിട്ടൊരു കാര്യം പറയട്ടെ മക്കളെ, തൽക്കാലം ശ്രീജിത്തിന് കോൾ റെക്കോർഡിങ് വിറ്റിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. 18 വയസ്സ് മുതൽ ഒരു ഗവൺമെൻറ് ബാങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. 43 വയസ്സായി. നിങ്ങൾ ഈ ചെറുപ്പക്കാരുണ്ടല്ലോ, ഈ ചെക്കന്മാരൊക്കെ ജോലി പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ മോഹിക്കുന്ന ഒരു ജോലി ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ ഈസി ആയിട്ട് കിട്ടാത്ത ഒരു ജോലി വളരെ സുഖസുന്ദരമായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. 60 വയസ്സ് വരെ ശമ്പളവും കിട്ടും, അത് കഴിയുമ്പോൾ പെൻഷനും ഉണ്ടാവും. അപ്പോൾ പിന്നെ കോൾ റെക്കോർഡിങ് ചെയ്ത് ജീവിക്കേണ്ട ഗതികേടോ അല്ലെങ്കിൽ സംഗതികളോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഒന്നത് ഓക്കെ. അപ്പോൾ പിന്നെ മാത്രമല്ല, എൻ്റെ വൈഫും ക്വാളിഫൈഡാണ്. ഞങ്ങൾക്ക് കുടുംബം പുലർത്താനുള്ള സംഭവം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. ഈ 43ാമത്തെ വയസ്സിൽ ഈ യൂട്യൂബിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന നമ്മളെ പാഷൻ മാത്രമാണ്. കാരണം വെച്ചാൽ കുറേ കാലം കഴിയുമ്പോൾ അന്ന് നമ്മൾ ഈ പ്രായത്തിലൊന്നും ഈ സോഷ്യൽ മീഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ നമ്മളും ആ ഒരു കാര്യം ചെയ്യുന്നു. അയച്ചിട്ട് നമ്മൾ ഒരാളെ തകർക്കാനോ പരിപാടി, ഇവരിപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ കിടന്ന് കളിച്ചിട്ട് നല്ല ആൾക്കാരായിട്ട് വിലസുന്നുണ്ടല്ലോ, അതുപോലെ പല ആൾക്കാരെയും ഉള്ളിൽ കൂടി തകർക്കാനുള്ള ഒരു പരിപാടിയും നമ്മൾ ചെയ്തിട്ടില്ല, ഞാനോട്ട് ചെയ്യൂല. ഓക്കെ, ഞാനതിൻ്റെതായ ഒരു ലെവലിൽ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഒന്നത്. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞു വെച്ചാൽ റെക്കോർഡിങ് നമ്മളതിൻ്റെ കച്ചവട പരിപാടിയല്ല. വേണമെങ്കിൽ വിശ്വസിച്ചാൽ നിങ്ങളെ ഇഷ്ടട്ടോ, കാരണം കമൻറ്റ് ഇടുന്നവർക്ക് ബന്ധുവിടാം. കാരണം വെച്ചാൽ ഇത് അജണ്ട ആണ് ഇതിൻ്റെ ബാക്കിലുള്ളതെന്നുള്ള ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് തെളിവുകളും കൈ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2ാമത്തെ കേസ്, ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഞാൻ കോൾ റെക്കോർഡ് ചെയ്യാറില്ല. ഞാൻ കോൾ റെക്കോർഡ് ചെയ്യുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ എനിക്കും ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വിടാനുണ്ടായിരുന്നു. ഞാൻ പുറത്തേക്കും വിടില്ല, എനിക്ക് താല്പര്യം. എനിക്കതിന് ഒന്നാമെന്ന് വെച്ചാൽ കോൾ റെക്കോർഡ് ചെയ്ത് തിരിച്ച് കേൾക്കാനുള്ള നേരം എനിക്കതിന് മാനസിക മൈൻഡൊന്നും അതല്ലടേ. ഈ പരിപാടി കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്തു, പിന്നെ ഫാമിലിയും ജോലിയും പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്താണ് ഇത് ഭയങ്കര ആനക്കുട്ടി. ഇവിടെ ജീവിതത്തിൽ മക്കളെ നിങ്ങളൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഇന്ന് കണ്ട് ചിലക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഇടുന്നവരൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവറ്റക്കൊക്കെ സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും വലുത് എന്നുള്ള കണ്ടീഷനിലാണ്. കുറേ കാശും കിട്ടും ഈ ചിലക്കുന്നതിന്. ഞാൻ ഈ പറയുന്നതിന് എനിക്കും ഇത് കേൾക്കുമ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താ പറയുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വാർ നടക്കുമ്പോൾ സമയം സ്പെൻഡ് ചെയ്ത് ഇത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയാതെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പണ്ട് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടോപ്പിക്കിൽ നിന്ന് ഡിവൈറ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ കോൾ റെക്കോർഡിങ്ങിൻ്റെ സംഗതി പറയട്ടെ, ഞാനത് ചെയ്തിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം 100% ഷുവറാണ്, എന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ വിവിൻ്റെ പേരിൻ്റെ കൂടെ എന്നെ കൂട്ടിക്കെട്ടുന്നുണ്ട്. ഞാൻ വിവിയുടെ നല്ലൊരു സുഹൃത്താണ്. എനിക്ക് 43 വയസ്സുള്ളത് കൊണ്ടും എൻ്റെ പ്രായത്തിനേക്കാളും താഴ്ന്ന അവനുള്ളത് കൊണ്ടും എനിക്ക് അവനൊരു അനിയൻ്റെ പോലെയാണ്. അതേപോലെ സീക്രട്ട് ഏജൻ്റ് എന്ന സായി കൃഷ്ണനും എനിക്ക് എൻ്റെ അനിയൻ്റെ പോലെയാണ്. സാൻ റിയാക്സ് പോലും എൻ്റെ ബ്രദറിൻ്റെ പോലെയാണ്. കാരണം വെച്ചാൽ എന്നെക്കാളും പ്രായം സാൻഡും എല്ലാവരും വിളിക്കാറുണ്ട്. എന്നെക്കാളും ഞാൻ സാൻഡിനെ അങ്ങോട്ടും വിളിക്കാറുണ്ട്, പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാറുണ്ട്. എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാർ എൻ്റെ അനിയന്മാരും, പ്രായം കൂടിയവർ എൻ്റെ ചേട്ടന്മാരും, ഒരേ പ്രായക്കാർ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് നല്ലൊരു രീതിയിൽ പോകണം എന്ന് ആഗ്രഹിച്ച് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് വീണ്ടും ഞാൻ പറയുന്നു, ഗോപ്രോ മച്ചാൻ എന്ന ചാനൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ പാഷന് വേണ്ടി ഞാൻ വേറെ തുടങ്ങുമായിരിക്കാം. ഇല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ ആയിട്ട് എൻ്റെ പരിപാടിയും ഉണ്ട്. എന്തായിട്ട് വരും, പല പരിപാടിയായിട്ട് ഞാൻ പോകും. ഓക്കെ, യൂട്യൂബ് ആരുടെയും വകയില്ലാത്തടത്ത കാലം ഇതൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും. സോഷ്യൽ മീഡിയ ആരുടെയും കുത്തക എന്നല്ലല്ലോ, ഗൂഗിളിൻ്റെ അല്ലേ. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ വിവിൻ്റെ പേരും കൂട്ടിയിട്ടാണല്ലോ കമൻറ്റുകൾ പരിപാടി വരുന്നത്. ഈ വിവി എന്ന വ്യക്തിനെ ഒരു മിന്നായം പോലെ റോബിൻ്റെ എൻഗേജ്മെൻറ്റ് കണ്ടു എന്നല്ലാതെ ഇതുവരെ ഞാൻ ആ ചങ്ങായിനെ കണ്ടിട്ട് പോലും ഇല്ല. ഓക്കെ, ഞാനിത് എന്തുകൊണ്ടാണ് പറയാനുള്ള റീസൺ, ഇതൊക്കെ പറഞ്ഞ് ഗതികേട് വരാനുള്ള കാരണം എന്താ പറയുക, കമൻറ്റുകൾ ആ രീതിയിൽ ടാഗ് ചെയ്ത് വരിക. നമ്മളിപ്പോൾ ഈ യൂട്യൂബ്, ഇപ്പോൾ അത് മാത്രമല്ല, ഞാൻ ആൾക്കാരെ പേരൊന്നും ഇതിൽ ഒരാളുടെ പേര് ഞാൻ വീണ്ടും ട്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നില്ല. എന്നിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബേഴ്സൊക്കെ ഡെയിലി ബേസിസ് എന്നെ വിളിക്കുന്ന, നമ്മളാകെ നേരിട്ട് ഇപ്പോൾ കണ്ട് കണക്ഷൻ ഉള്ള ഒരു ഒറ്റ യൂട്യൂബറാണ് സീക്രട്ട് ഏജൻ്റാണ്, സായി കൃഷ്ണനാണ്. ഈ സായി കാരണമാണ് ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഇറങ്ങിയിട്ടുള്ളത്.
അതും ഞാൻ പറയുന്നു, ഈ സായിനെ ഞാൻ ഒരു അനിയൻ്റെ പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ തിരിച്ചില്ല എന്നുള്ളൊരു വസ്തുത ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് മനസ്സിലാക്കി. ഇന്നിപ്പോൾ അവൻ്റെ വീഡിയോ കണ്ട സമയത്തും ചെറുതായിട്ടൊരു വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം ഇവരൊക്കെയല്ലേ യൂട്യൂബ് ആനയാണ് ചേനയാണ് വലിയ യൂട്യൂബർമാർ, വലിയ ഗൂഗിളിനേക്കാളും മുകളിലുള്ള യൂട്യൂബർമാരാണ് നടക്കണത്. നമുക്ക് ഒരു തേങ്ങയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇന്നിപ്പോൾ എൻ്റെ വീഡിയോ കണ്ട സമയത്ത് ഇവൻ യൂട്യൂബിൽ എന്താ പറയുക ഈ ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കമൻറ്റ് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. അവൻ പറയുക പിന്നെ ഇതിൽ പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ആയിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളത്. ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് എന്നെക്കൊണ്ട് വിളിച്ച് കഴിഞ്ഞ് വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കുന്നു, പലർക്കും വേണ്ടി വീഡിയോ ട്രിം ചെയ്യിപ്പിക്കുന്നു, പലർക്കും വേണ്ടി പല കാര്യങ്ങളും ഇവരൊക്കെ പല ആൾക്കാരെന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് എൻ്റെ അടുത്ത് അതിന് എടുത്തിടാൻ വേണ്ടി റെക്കോർഡിംഗ് ഒന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് സത്യം. അപ്പോൾ ഇന്നിപ്പോൾ സായിന് വീഡിയോ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, വിഷമം തോന്നിപ്പോയി. കാരണം നമ്മൾ അങ്ങോട്ട് കണ്ട രീതിയിലുള്ളൊരു സംഗതി ഇങ്ങോട്ട് കണ്ടിട്ടില്ല. പിന്നെ ആശയപരമായ വ്യത്യാസങ്ങളുണ്ടാവും, അത് എന്ത് കാര്യവും നിങ്ങൾക്ക് തുറന്നു പറയാം എന്നുള്ള സംഗതി പറഞ്ഞത് അവൻ തന്നെയാണ്. സായിനെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കാണുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞോളൂ, ഇതിനെ പറ്റി ഞാൻ ആ രീതിയിൽ എടുക്കുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കില്ലേ അല്ലേ? പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്, വിഷമിപ്പിച്ച വേറൊരു സംഭവം നിങ്ങൾക്കറിയാം. 2 ആഴ്ച മുന്നേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൊരു സംഭവം, എനിക്കായിട്ട് ഞാൻ വീഡിയോ ചെയ്തു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടും സ്പീക്കർ ഫോൺ ഇട്ടു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടും കേട്ടാൽ അറയ്ക്കുന്ന തെറി ഒരു സ്ത്രീ എന്നെ വിളിച്ചു പറഞ്ഞു. വളരെ മോശമായിട്ട് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചായിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള എൻ്റെ കുടുംബത്തിൻ്റെ അന്നത്തെ രാത്രിത്തെ സമാധാനം കളയാനുണ്ടായിട്ടുള്ളത്, എൻ്റെ കുട്ടികളെയാണ് കേട്ടിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിലെ മനസ്സമാധാനം പോയി. ആ സംഗതി ഉണ്ടായപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള വിവിയും മൂപ്പൻ അതുൽ പെട്രാക്സ് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ്. അല്ലാതെ ഇന്നിപ്പോൾ ഈ ചേച്ചിക്ക് വേണ്ടി ഈ ചേച്ചി എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരാളും വന്നില്ല. ഇന്നിപ്പോൾ കാറിലിരുന്ന് വീഡിയോ ചെയ്ത സമയത്ത് ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി എന്ന് പറയുന്ന ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. നേരെ മറിച്ച് പണ്ടൊക്കെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നെ വിളിച്ചിട്ട് പല സംഗതികളും ഇവരുടെയൊക്കെ രഹസ്യങ്ങൾ പോലും ഞാൻ ഞെട്ടിപ്പോയിട്ടുള്ള, ഞാൻ ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വൈഫുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഡിസ്കസ് ചെയ്യും. എനിക്കറിയില്ല സംഭവം ഇതോ, നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ. അതൊക്കെ ഞാൻ പറയില്ലേ, വീണ്ടും നമ്മൾ ആരും പറയല്ല, നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നൊന്നും ഇവർ ഇങ്ങോട്ട് കാണിക്കുന്നില്ല. പിന്നൊക്കെ എന്താ അറിയോ, അല്ല കാണിക്കാൻ നിർബന്ധം ഇവരുടെ ലോകമാണ് ഈ ഗൂഗിൾ. അതിന്റെ പുറത്തും ഒരു ലോകം ഉണ്ട് എന്നുള്ള വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇഷ്ടം പോലെ യൂട്യൂബേഴ്സിന് ഈ കുറ്റം ഇതും താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇത് പണ്ടൊക്കെ ഇത് നിർത്താൻ പറ്റില്ലേ. ഞാൻ ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കണം എന്ന് വിചാരിച്ചാൽ, സീരിയസ്ലി ഇത് നമ്മൾ ഈ കാര്യത്തിൽ മിണ്ടാതിരിക്കണം എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാൻ മിണ്ടണ്ടെന്ന് വിചാരിച്ചാൽ. പക്ഷെ എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ കമൻസ് കൊണ്ട് വലിച്ചിറക്കുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ഒന്നത്. പിന്നെ രണ്ടാമത് പറയാനുള്ള വിഷയം എന്നാൽ റോബിൻ്റെ കേസ് അല്ലേ വിധു. റോബിൻ ഒരു വീഡിയോ എന്ന് അറിയാമല്ലോ, റോബിൻ വീഡിയോ ഇട്ടു, ആരോ വീഡിയോ ഇട്ടു. എനിക്കിതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല മക്കളെ. കാരണം എന്താണെന്നറിയോ, റോബിൻ എന്ന വ്യക്തിനായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പൊക്കി പറഞ്ഞത്ര ഒരു ഷസാം ഒരു പ്രാവശ്യം എന്നോട് സംസാരിച്ച സംഭവമുണ്ട്. നിങ്ങൾ രാവിലെയും രാത്രി അവനെ പൊക്കുന്ന ആളല്ലേ എന്ന് എന്നെ കളിയാക്കുന്ന രീതിയിലൊന്ന് സംസാരിച്ചു. കളിയാക്കല്ല, ഒരു സർക്കാസം രീതിയിൽ അവൻ്റെ രീതിയിൽ അങ്ങനെ ഷസാം പറഞ്ഞു. അത്രയും രീതിയിൽ പൊക്കി സംസാരിക്കുന്ന ഞാനന്ന് പൊക്കുന്ന സമയത്തും ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള അണ്ണന്മാരുണ്ട്. എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതൊക്കെ വിട്ടിട്ടും ഞാനത് ചെയ്തിരുന്നു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഞാൻ ചെയ്തിരുന്നു. എന്തുകൊണ്ടാ വെച്ചാൽ റോബിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിർത്താനുള്ള കാരണം എന്താ അറിയോ, റോബിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ സൈബർ ബുള്ളി ചെയ്യുന്ന, ശപിക്കുന്ന, പ്രാകുന്ന കുറച്ച് ആൾക്കാർ കേട്ടോ. വേറെ വീഡിയോ ചെയ്ത പ്രാകുന്നത് ഞാൻ ഇതിനെ പറഞ്ഞത്. അതുകൊണ്ടാണ് റോബിൻ്റെ കേസ് നമ്മൾ വിട്ടിട്ടുണ്ട്, നിർത്താൻ. അതെ, അപ്പോൾ നമ്മൾ നിർത്തി പരിപാടി. അപ്പോൾ അതുകൊണ്ടാണ് റോബിൻ്റെ വിഷയം നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്കറിയില്ല കേട്ടോ, ഇവരൊക്കെ ആരൊക്കെ ശരി ആരൊക്കെ തെറ്റെന്ന് നമുക്കറിയില്ല. ഈ മലപ്പുറത്ത് കിടക്കണം എനിക്ക് ആകെ നമ്മൾ കണ്ടിട്ടുള്ളൊരു വ്യക്തി, ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൊരു വ്യക്തി ചങ്ങായി മാത്രമാണ് വിവിനെ. നമ്മൾ ആകെ ഞാൻ പറഞ്ഞ മാതിരി ഒരു മിന്നായം പോലെ അന്ന് കണ്ടു എന്നല്ല. ഇല്ല, എനിക്ക് എന്നെ നേരിട്ട് കണ്ടതൊന്നും ഓർമ്മയില്ല. അതൊന്നും എനിക്കല്ല. അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ ഫോണിൽ കൂടിയുള്ള ബന്ധം പരിപാടി അല്ലാണ്ട് നമുക്ക് ഈ ഇതിലൊന്നും കച്ചവടത്തിലൊന്നും യാതൊരുവിധ പങ്കുമില്ല. പിന്നെ എനിക്ക് ജാസ്മിൻ ജാഫറിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഓക്കെ, ജാസ്മിൻ ജാഫർ പിന്നെ ഇതിൽ ബിഗ് ബോസ് പോണതിന് മുന്നേ ജാസ്മിൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഇട്ട വ്യക്തി. എന്നിട്ട് ഞാൻ ആ സപ്പോർട്ട് ചെയ്ത വ്യക്തിയോട് ബാക്കിയുള്ളവരെ എതിരെ നിന്ന് സംസാരിച്ചവരെ വെറുപ്പിച്ചു. ഓക്കെ, എന്നിട്ട് ജാസ്മിൻ എനിക്കെതിരെ കേസ് കൊടുക്കാമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്രീമിൻ്റെ വിഷയത്തിൽ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടു. പൊന്നു മക്കളെ, സത്യമാണ്, പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം പറയട്ടെ. എല്ലാവരും ജാസ്മിനെ ക്രീമിൻ്റെ വിഷയത്തിൽ എതിർത്തപ്പോൾ ഈ ഒരു ഒറ്റ വ്യക്തി എൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട്, വേറെ ഒരാളെ നിങ്ങൾ കാണിച്ചോണ്ടാ. ഞാൻ പറഞ്ഞത് എന്താ അറിയോ,
ക്രീം അത് ചെയ്തു എന്ന് വെച്ചാൽ എന്തിനാ അതിനെ കുറ്റം പറയണമെന്ന് ചോദിച്ചാൽ സീരിയസ് ഹതഭാഗ്യം പൊട്ടനായി പോയി ഞാനന്ന്. എന്നിട്ട് എന്നെ രാത്രി 2 മണിക്ക് ഒരു അണ്ണം വിളിച്ചിട്ട് പറയുന്നത് എനിക്കെതിരെ കേസ് കൊടുക്കുകയാണെന്ന്. എന്നിട്ട് വേറുള്ളവരൊക്കെ കൂടിയിട്ട് പറയുക കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഫോട്ടോ ഇട്ടിൽ കേസ് എൻ്റെ പേരിലാണ്. എന്നിട്ട് ഞാൻ വീഡിയോ മുക്കേണ്ട അവസ്ഥ വന്നു. എന്നെ കൊണ്ട് മുക്കിച്ചു, സപ്പോർട്ട് ചെയ്തതിന് ഞാൻ ഞെട്ടിപ്പോയി. അന്ന് സീരിയസ്ലി ഞാൻ വെച്ചു അയ്യോ. അന്ന് എന്നോട് ചോദിച്ചു എന്താ പറയുക ഇത്രയും സീനിയർ ആയിട്ടുള്ള ഞാൻ കുട്ടിയായിട്ട് എന്തിനാ വിചാരിച്ചു ചെക്കന്മാരെ പരിപാടിക്ക് നിൽക്കുന്നത് വെച്ചാൽ എന്നോട് ഞാൻ സീരിയസ്ലി വിചാരിച്ചു ആ ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ള സംഭവം 100% ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ അതേ ചെയ്തുള്ളൂ. ഇറങ്ങിയതിന് ശേഷം ഞാൻ എന്തെങ്കിലും ഇട്ടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നും ഞാൻ വേണ്ടിയിട്ടില്ല. ഇനി ജാസ്മിൻ്റെ കാര്യം പോട്ടെ, ഗബ്രിയുടെ ചങ്ങായി അവിടെ ഉണ്ടല്ലോ. ഗബ്രി ജാസ്മിനെ ചീത്ത പറഞ്ഞു. ഇതിപ്പോൾ ഗബ്രി ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ലല്ലോ. ജാസ്മിനേക്കാളും നല്ല രീതിയിൽ ജാസ്മിൻ്റെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ലോണം സൈബർ ബുള്ളിങ് ഞാനടക്കം നമ്മൾ സംസാരിച്ച വ്യക്തിയാണ് ഗബ്രി. ആ ഗബ്രീനെ വരെ ഞാൻ സപ്പോർട്ട് ചെയ്തു. അന്നൊന്നും ആരും ഗബ്രീനെ സപ്പോർട്ട് ചെയ്തില്ല. അന്നത്തെ വീഡിയോസ് കംപ്ലീറ്റ് ലാലേട്ടൻ ഗബ്രീനെ ചീത്ത പറയുന്ന സമയത്ത് കംപ്ലീറ്റ് എല്ലാവരും ഗബ്രീനെ മോശമാക്കി പറയുമ്പോൾ ഞാൻ ഇത്രേ പറയുള്ളൂ. എനിക്ക് ഗബ്രിയുടെ ഇരുത്തം കണ്ടപ്പോൾ വിഷമം തോന്നിപ്പോയി. അതും കൂടി പറഞ്ഞ ആളാണ് ഞാൻ. ഇതൊന്നും ഒരുത്തനും കാണരുത്. സായി അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് നായ മരിച്ചു എന്നുള്ള സംഭവം പറഞ്ഞ് കരഞ്ഞപ്പോൾ കളിയാക്കിയ ടീംസിൽ ഞാൻ കാണുന്നു, ഞാനുണ്ടായിരിക്കും, 4th ജംഗ്ഷൻ്റെ കണ്ണനുണ്ടായിരിക്കും. അത് രണ്ടും സായിക്കെതിരെ അന്ന് സംസാരിച്ചിരുന്ന ആൾക്കാർ. രണ്ടുപേരും ഞാൻ കരഞ്ഞുകൊണ്ടാണ് അവൻ്റെ വീഡിയോ ഒന്ന് കണ്ട്. ഈ സായി നീ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവൻ്റെ വീഡിയോ സീരിയസ്ലി ഞാൻ കരഞ്ഞുകൊണ്ടാണ് കണ്ടത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവൻ കരഞ്ഞ് മറക്കുന്നില്ല. കാരണം വെച്ചാൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു 14 വർഷം എൻ്റെ കുട്ടറ പോലെ സ്നേഹിച്ചിട്ടുള്ളൊരു നായക്കുട്ടി. ആ വികാരം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇവൻ പാവാണ്, ഇവൻ ഇങ്ങനെ എന്തിനാ ബന്ധിനുള്ളിലേക്ക് വന്നു എന്നുള്ള വീഡിയോ കിടക്കേണ്ട വീഡിയോ എപ്പോഴും ഇൻ്റർനെറ്റിൽ കണ്ടാൽ പോയേ കാണാം. അപ്പം അന്ന് നിന്നിട്ട് അവനെ പറ്റി പറഞ്ഞ് പുറത്തുനിന്ന് കളിയാക്കിയ ആൾക്കാരെ നമ്മൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞ ആളായാൽ അതൊന്നും ആരും കാണില്ല കേട്ടോ. അത് പോട്ടെ, നമ്മൾ വെറുതെ വികാരം എന്തൊക്കെ പാടിയിട്ട് വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് പോട്ടെ, ഗബ്രിക്ക് വേണ്ടിയിട്ടും നമ്മൾ ആരാ സംസാരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട് കയറി പോയെന്ന് അറിയില്ല. ഈ വീഡിയോ ചെയ്യണം വിചാരിച്ച് വെച്ചാൽ അല്ല നമുക്ക് വിഷയമല്ല, നമ്മളിതിലില്ല കേട്ടോ. സീരിയസ് ആയിട്ട് അതൊന്നും ആരെയും സൈബർ ബുള്ളി ചെയ്യുന്ന ആൾക്കാർ ഇതൊന്നും വിശ്വസിക്കില്ല. വിധു നമ്മളില്ല എന്ന് പറഞ്ഞാലും നമ്മളൊക്കെ വിധു ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം അവളിന്നിപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെ സിറ്റുവേഷൻ ആയതുകൊണ്ട് വീഡിയോ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ എന്താ വെച്ചാൽ വീട്ടിലെ സിറ്റുവേഷൻ പിന്നെ എല്ലാം കൂടി പിന്നെ വെറുതെ എന്താ അറിയോ മെയിൻ ഇഷ്യൂ എന്താ അറിയോ ഞാൻ പറഞ്ഞുതരാം. എന്താ സംഗതി അറിയോ, ഇവിടെ എന്താ വീഡിയോന് വരാത്തിരുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം വെച്ചാൽ ഇവൾ വീഡിയോന് വന്നിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മോശം കമൻസ് വരുമ്പോൾ അവളെയും കൂടി കൂട്ടി പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് ട്രിഗറാവും. ഓക്കെ, ട്രിഗർ ആവുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ കാണാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീഡിയോ ഓക്കെ, അലി MP 9363 നിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിനക്ക് ഞാൻ മറുപടി തന്ന പോലെ. അലി MP 9360 നീ എഴുതിയ മെസ്സേജാണ്. നീ ഉണ്ടോ വിവിയുടെ കൂടെ, കൂട്ടിക്കൊടുപ്പല്ലേ ജോലി, ജാസ്മിൻ ഹേറ്റേഴ്സ് ഉണ്ടാക്കിയത് ക്യാഷ് വാങ്ങിയിട്ടല്ലേ, പൂജയുടെ കയ്യിൽ നിന്നും സിബിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി റോബിനെ പണ്ട് വിവി ചെയ്ത പോലെ BB6ലും ചെയ്തു, നീയും അതിൽ പങ്കുണ്ട്, കാരണം അവൻ ചെയ്ത വീഡിയോ താങ്ങി നീയും വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ തുറന്നു പറയൂ, ജാസ്മിനോട് മാപ്പ് പറയൂ, ഉണ്ടെങ്കിൽ നീയും കേസു. എന്താ പട്ടി പറയില്ലടാ മാപ്പ്, അറിയോ അനക്കൊന്നും ശ്രീത്തിനെ അറിയില്ലടാ, കണക്കുള്ള മറുപടി ഞാൻ തന്നിട്ടുണ്ട്, ആ മറുപടി വാങ്ങിയിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം കണക്ക് 5 മിനിറ്റ് നടന്ന മലപ്പുറം SP ഓഫീസാണ്, ശ്രീത്ത് പോകും എന്ന് പറഞ്ഞാൽ പോവും. കണ്ടോ അലിയെ, നീ ഇന്ന് കണ്ടു, ഇന്ന് നിന്നെ ഞാൻ കണ്ടു. അലിന്ന് മാത്രമല്ല, ഇവനെടുത്ത് പറയാനുള്ള റീസൺ ഞാൻ പറയാം. അലി എന്ന് പറയുന്ന ഇവനാണ് സായിയുടെ വീഡിയോൻ്റെ അടിയിലും പല ആൾക്കാരുടെ വീഡിയോൻ്റെ അടിയിലും പോയിട്ട് എന്നെ മാത്രമല്ല 2-3 ആൾക്കാരെ ടാഗ് ചെയ്തിട്ട് വളരെ മോശമായിട്ട് നീ കമൻറ്റ് ചെയ്യുന്നത്. ഞാനും എൻ്റെ വൈഫും കൂടി ഇരുന്നിട്ട് ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് ചെയ്തിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് നീ കൂട്ടിക്കൊടുപ്പ് എന്നുള്ള രീതിയിലും പല മോശം കമൻറ്റ്സ് നീ ടൊക്കൻ്റെ കയ്യിലുണ്ട്. ഈ കമൻറ്റ്സ് നീ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊന്നു മോനെ പിടിവിട്ട് നിൽക്കുന്ന നേരം ശ്രീത്ത് നടന്നു പോകും SP ഓഫീസിലേക്ക്, സൈബർ ഓഫീസിൽ. ഒരു പ്രാവശ്യം നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരുത്തിയിരിക്കും. ഇത് എഴുതി വെച്ചോ നീ എന്നല്ല, എൻ്റെ കയ്യിലൊരു 15 ആളുടെ ലിസ്റ്റ് ഇപ്പം ഉണ്ട്. ഓക്കെ, ഞാൻ ഇത്രയേ ഉള്ളൂ. പിടിവിട്ട് നിൽക്കുന്നൊരു സമയം എല്ലാവർക്കും ഉണ്ട്, എനിക്കതുണ്ട്, ഞാൻ ചെയ്തിട്ടുമുണ്ട്, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ 100. സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഇവള് പറയും ചെയ്യരുതെന്ന്, പക്ഷേ ഇപ്രാവശ്യം ഇവളും പറഞ്ഞു ചെയ്യാൻ. അപ്പം നീ ഒന്ന് എഴുതി വെച്ചോ, ഇതുപോലുള്ള ടീം എഴുതി വെച്ചോ, കാരണം ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും, ഒരു സംശയമില്ല. ഇനി അത് ഏത് സംഗതി ആയിട്ടുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ ഈ ഒരു പേര് ഞാൻ എടുത്ത് പറയാതെ വയ്യ. ബാക്കിയുള്ള അമ്മാവന്മാർ ബാക്കിയുള്ള മരുമക്കളൊക്കെ ഉണ്ടല്ലോ, നമ്മളാണല്ലോ അമ്മാവൻ, അപ്പോൾ ബാക്കിയുള്ള മരുമക്കളൊക്കെ നമ്മളല്ലേ അമ്മാവൻ. അപ്പോൾ മരുമക്കളൊക്കെ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് വീണ്ടും കമൻറ്റുകൾ ഇടുക. പിടിവിട്ട് നിൽക്കുന്നൊരു സമയത്ത് ലിസ്റ്റ് അല്ല, യൂട്യൂബ് ചാനലൊന്നും ആരും തീർക്കില്ല. യൂട്യൂബ് ചാനൽ തീർക്കേണ്ട ആൾ വിവി അല്ലേ, അവനാണ് ഇപ്പോൾ കൊട്ടച്ചെടുത്തേക്ക് പറഞ്ഞു. എന്താണെങ്കിലും അതാണ് ഇപ്പോൾ പറയുന്നത്. അതൊക്കെ ഇപ്പോൾ അറിയില്ല കേട്ടോ. അല്ല, അങ്ങനെയൊക്കെ ഓരോ സംഗതികൾ പലതും നടന്നിട്ടുണ്ട് ഇവിടെ.
ഓരോരുത്തരെ ചാനൽ അടിച്ച് കളയാൻ വേണ്ടി കാശ് വാങ്ങിയിട്ടും കാശ് കൊടുത്തിട്ടൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ പുറത്തേക്ക് വരട്ടെ, വരുമ്പോൾ ഒക്കെ വരട്ടെ. ഓക്കെ. പിന്നെ ഇപ്പോൾ ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വോയിസ് ക്ലിപ്പിൻ്റെ കേസ്. ഇപ്പോൾ അതാണ് ആൾക്കാരിനോട് പറഞ്ഞു ഞാൻ അന്നൊരു ചോദിച്ചത്. സുഹൃത്തുക്കളെ, വോയിസ് ക്ലിപ്പുകളുണ്ട്. ഓക്കെ, സത്യം തന്നെയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടപ്പോൾ ചിന്തിച്ചത് വോയിസ് ക്ലിപ്പ് റെക്കോർഡ് ചെയ്തതല്ല ഇത്. എടാ ഇവന്മാർ പറയുന്നത് കേട്ടിട്ടാണ്. എന്തൊക്കെയാടാ നിങ്ങൾ പറയുന്നത്? ഞാൻ ഇപ്പോഴും അതാ പറയുന്നത്. നിങ്ങൾക്ക് പറയാം അല്ലേ, റെക്കോർഡിങ് തെറ്റ് തന്നെയാണ്, സംഭവം തെറ്റാ. ഇനി റെക്കോർഡിങ് ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ പറയാൻ പാടും ഇത് ഓരോരുത്തരെ കുറിച്ച്. അത് പറയും ക്ലോസ് സർക്കിളിൽ പറയുന്നതായിരിക്കും. പക്ഷേ ക്ലോസ് സർക്കിളിൽ നിന്ന് ഒരാളെ നശിപ്പിക്കാൻ പറയരുത് കേട്ടോ. ഒരാളെ നശിക്കാൻ വേണ്ടിയിട്ട് ഒരാളും സംസാരിച്ച് പറയരുത്. ഓക്കെ. വീഡിയോ ഒരുപാട് കാട് കയറി പോയി തോന്നുന്നുണ്ട്. അത്ര തന്നെ ഉള്ളൂ. ഇതൊന്നും അല്ല. അതെ, ഒരു പേടിയില്ല. പിന്നെ സംഭവം ഞാൻ ഒരു കാര്യം പറയാം. ദിയാസനെ വിളിച്ച സമയത്ത് തെറി പറയാത്തതിന് എന്നെ കുറേ ആൾക്കാർ തെറി പറഞ്ഞിട്ടുണ്ട്. അതിനും തെറി ഞാൻ കേട്ടു. ദിയാസനയുടെ അടുത്ത് തെറി കേട്ടു, അതിനെ തെറി പറയാത്തതിന് അല്ലേ ആ സമയത്ത്. അതിനുള്ള ഒന്നുമില്ല. ഞാൻ എക്സ്പ്ലനേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതോ ഈ സംഗതിയൊക്കെ തന്നെ പറയുന്നു. തിരിച്ചും ശാന്തതയിലേക്ക് വരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. മക്കളെ, ബിഗ് ബോസ് കഴിഞ്ഞു കേട്ടോ. എന്നെ നല്ല രീതിയിൽ എത്ര പേരെ നമ്മളെ അവർക്കൊക്കെ ബിഗ് സല്യൂട്ടാണ്. അവർ നമ്മളെ മനസ്സിലാക്കി കോണ്ടാക്ട് ചെയ്തിട്ട് കുട്ടേട്ടൻ വിധു എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മതിയുടെ. ഒരു 25 ആളുണ്ടെങ്കിൽ 25 ആൾ മതി നമുക്ക്. ആ ആൾക്കാർ മതി കേട്ടോ. ഓക്കെ. അഹങ്കാരം കൊണ്ട് പറയല്ല കേട്ടോ, ഞാൻ അഹങ്കാരമല്ല, ഞാൻ ക്ഷമിക്കണം, അഹങ്കാരമല്ല. വിഷമം തോന്നിപ്പോയി, എന്നെ മനസ്സിലാക്കുന്നവർ മാത്രം മനസ്സിലാക്കിയാൽ മതി. വിഷമം തോന്നിപ്പോയി. കോൾ റെക്കോർഡിങ്ങിൽ എനിക്കൊരു പങ്കുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ തെളിയിക്കുക, അപ്പം എന്തെങ്കിലും ആലോചിക്കാം കേട്ടോ. ഓക്കെ. പുസ്തകം അടച്ചു വെച്ചു. കോൾ റെക്കോർഡിങ്ങിൽ പങ്കില്ല. കോൾ റെക്കോർഡിങ്ങിനെ ന്യായീകരിക്കുന്നില്ല. കോൾ റെക്കോർഡിങ് ചെയ്യുന്നത് തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഇപ്പോൾ ട്രായ് പോലും കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രിങ് എന്നൊരു ശബ്ദം ഉണ്ടാക്കുന്നത്. ഞാനും ചിന്തിച്ചു കേട്ടോ, ഞാനും കോൾ റെക്കോർഡിങ് തുടങ്ങിയാലൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളല്ലേ. പിന്നെ ഒരു കാര്യം എനിക്ക് വിഷമം ഉണ്ടായ സംഭവം കൂടി, ഒറ്റ കാര്യം കൂടി പറഞ്ഞു വെക്കട്ടെ കേട്ടോ. ഇത് ഒരുപാട് ലെങ്തി ആയി തോന്നുന്നുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് പറയാൻ അറിയോ, ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊള്ള അറിയില്ല, ബ്രദേഴ്സിനെ പോലെ കാണുന്ന കാര്യം പറഞ്ഞല്ലോ. ഒരു വ്യക്തിനോട് ഞാൻ ബ്രദറിൻ്റെ പോലെ കണ്ട് പല കാര്യങ്ങളും സംസാരിച്ചു കേട്ടോ. സംസാരിച്ച സമയത്ത് പിറ്റേ ദിവസം അയാൾ വീഡിയോയിലൂടെ പറഞ്ഞു. എനിക്ക് എത്ര വിഷമം ഉണ്ടായി അറിയോ, എനിക്ക് എത്ര വിഷമം ഉണ്ടായി അറിയോ. ആ വ്യക്തിൻ്റെ നമ്പർ ഞാൻ ഒരിക്കലും ഒരാളെ നമ്പർ ഡിലീറ്റ് ചെയ്യാത്തേ. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അയാൾ പിറ്റേ ദിവസം വീഡിയോയിൽ എടുത്ത് പറഞ്ഞത്, എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും അയാൾ വീഡിയോയിൽ എടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യമാണേ. അതൊക്കെ ഭയങ്കര വിഷമമായിപ്പോയി. മുഖത്തോക്കി പറയാമായിരുന്നു, പറഞ്ഞാലും ശ്രീത്ത് കേൾക്കുമായിരുന്നു. അല്ല വിധു, ഞാൻ കേൾക്കില്ലായിരുന്നില്ലേ? ആ പറഞ്ഞ വർത്താനം എന്നോട് നേരിട്ട് പറഞ്ഞാൽ ഞാൻ കേൾക്കുമല്ലോ. ആ വിളിച്ച വ്യക്തിക്ക് അറിയാലോ. കാരണം യൂട്യൂബിലുള്ള ബന്ധമല്ലല്ലോ, ഞാൻ അങ്ങനെ അല്ലല്ലോ സംസാരിക്കാറ് അല്ലേ. ഞാൻ അതൊക്കെ വിടുമായിരിക്കാം. പക്ഷെ അവരൊക്കെ മനസ്സിൽ വയ്ക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നി. അജണ്ട ഉള്ളവരാണോന്ന് അറിയില്ല, അവരെ പുറകിൽ ആൾക്കാരുണ്ടായിട്ടോന്ന് അറിയില്ല. നമ്മളെ പുറകിൽ ഒന്നുമില്ല, ബാക്കിൽ ഈ ലൈറ്റും പരിപാടിയും കാര്യങ്ങളും തന്നെയുള്ളൂ. മലപ്പുറത്താണ് നമുക്ക് ഈ പറഞ്ഞ ടീമിനായിട്ട്. ഇവിടെ ഒന്നും ആരും കണക്ഷനും അങ്ങനത്തെ ആരും ഇല്ല. ഇവിടെ ഒന്നും ആരും ഇല്ല. ഇത്ര തന്നെയുള്ളൂ. വേറെന്താ, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. നാളെ രാവിലത്തേക്ക് ടോപ്പിക്കൊന്നുമില്ല. അപ്പോൾ സംഗതി ബിഗ് ബോസിൻ്റെ ഈ പരിപാടി കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ വരുമെന്നുള്ള അറിയില്ല. അപ്പം നമുക്ക് ആലോചിക്കാം കേട്ടോ. ഈ തൽക്കാലം ഈ ഒരു ടോപ്പിക്ക് ഇവിടെ ലെങ്തി വീഡിയോ ആയതിന് ക്ഷമിക്കണം, സോറി. ടേക്ക് കെയർ ആൻഡ് എല്ലാവർക്കും ഗോഡ് ബ്ലെസ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. സോഷ്യൽ മീഡിയ അല്ല ജീവിതം എന്നുള്ളത് മനസ്സിലാക്കുക. കുറച്ച് അണ്ണന്മാർ മനസ്സിലാക്കുക. നമുക്ക് ചിലപ്പോൾ സംഭവം ഭയങ്കര ആയിരിക്കാം, പക്ഷെ കുറച്ച് കഴിഞ്ഞൊരു 10-40 വയസ്സിൻ്റെ മേലെ കഴിയുന്ന സമയത്ത് മനസ്സിലാവും പണ്ടുണ്ടായിരുന്നതല്ല അന്നത്തെ ജീവിതം എന്നുള്ളത്. കാരണം ഇതിലേറെ വലിയ കളികളൊക്കെ കളിച്ച ആൾക്കാരാണ് ഇവിടെ പല ആൾക്കാർ. ഇന്ന് ഞാനതിനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാര്യം പൊങ്ങച്ച പറയില്ല. ഇന്നിപ്പോൾ ഈ 40കളിലോ 50കളിലോ കൂടുന്ന ആൾക്കാർ അന്നത്തെ അവരെ കാലത്ത് കളിച്ച കളികളൊന്നും ഇന്നത്തെ കുട്ടികൾ കളിക്കുന്നില്ല. അവരൊക്കെ കളിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലും ഇതിലും മാത്രമാണ്. റീലിട്ടിട്ടും അത് ചെയ്തിട്ടും റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടും വെല്ലുവിളിച്ചിട്ടും കമൻ്റ് ഇട്ടിട്ടും ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.